നമസ്കാരം. സെക്രട്ടേറിയറ്റിലേക്ക് മുമ്പൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്നുകൂടെ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോയിൽ മറ്റു ഡീറ്റെയിൽസ് കണ്ട് മനസ്സിലാക്കി അപേക്ഷിക്കാൻ യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ്. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ ബാർബർ, വാഷർമാൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. മെയിലിനാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഓൺലൈൻ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇത് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത് 30 മാർച്ച് 2026 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 28 ഏപ്രിൽ 2026 അപ്പം അവസാന തീയതി അടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ 2 പോസ്റ്റാണ്. കോൺസ്റ്റബിൾ ബാർബർ ടോട്ടൽ 3 വേക്കൻസിയാണ്. കോൺസ്റ്റബിൾ വാഷർമാൻ ടോട്ടൽ 7 വേക്കൻസിയാണ്. അതിൽ ഓരോ കാറ്റഗറി ബേസിലുള്ള വേക്കൻസി ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ പേ സ്കെയിൽ ലെവൽ 2 ആണ്. 19,900 രൂപ മുതൽ 63,200 രൂപ വരെ ലഭിക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. കൂടാതെ ഇതിൽ മറ്റ് അലവൻസും കാര്യങ്ങളെല്ലാം ചേർന്ന് നമുക്ക് മികച്ചൊരു സാലറി ആയിരിക്കും ഇവിടെ നിന്ന് ലഭിക്കുക. ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും നോക്കാം. കോൺസ്റ്റബിൾ ബാർബർ 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷനായിട്ട് 10ാം ക്ലാസ് അല്ലെങ്കിൽ ഇക്വലൻസ് പാസ്സായിരിക്കണം. കൂടാതെ ബന്ധപ്പെട്ട ട്രേഡ് ടെസ്റ്റ് പാസ്സാവുകയും വേണം. അടുത്ത കോൺസ്റ്റബിൾ വാഷർമാൻ 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെയും 10ാം ക്ലാസ് അല്ലെങ്കിൽ ഇക്വലൻസ് ആണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. കൂടാതെ ബന്ധപ്പെട്ട ട്രേഡ് ടെസ്റ്റ് പാസ്സാവുകയും വേണം. ഓക്കെ, ഈ പറഞ്ഞ ഏജിൽ തന്നെ ഏജ് റിലാക്സേഷൻസ് പറയുന്നുണ്ട്. SC 5 വർഷത്തെയും OBC NCL 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻസ് ഇവിടെ ലഭിക്കുന്നതാണ്. ജനറൽ കാറ്റഗറി മെയിലിന് 170 സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണമെന്ന് എടുത്ത് പറയുന്നു. ബാക്കി കാറ്റഗറി ബേസ് ഉയരത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അപേക്ഷിക്കുന്ന ജനറൽ കാറ്റഗറി മെയിലിന് 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ST കാൻഡിഡേറ്റിന് 76 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ബാക്കിയുള്ള കാരുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേ, അത് നോക്കി മനസ്സിലാക്കുക. ഇതിൽ സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യമേ ഫിസിക്കൽ ടെസ്റ്റാണ് വരുന്നത്. അതിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ 1.6 കിലോമീറ്റർ 7.5 മിനിറ്റിൽ കംപ്ലീറ്റ് ആക്കണം. പിന്നെ ലോങ് ജമ്പ് 3 ചാൻസ് ഉണ്ട്. 11 ഫീറ്റാണ് ചാടാറുള്ളത്. ഹൈ ജമ്പ് 3 ചാൻസാണ്. 3.5 ഫീറ്റാണ് ഇവിടെ കംപ്ലീറ്റ് ആക്കാനുള്ളത്. അതിനുശേഷം ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷമാണ് റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത്. 50 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിനേഷനും കൂടെ ഉണ്ട്. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ തുടങ്ങിയ പ്രോസസ്സിലൂടെയാണ് ഇതിനകത്ത് സെലക്ഷൻ പ്രോസസ് നടത്തുന്നത്. ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ recruitment.itbppolice.nic.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അവസാന തീയതിക്ക് മുമ്പേ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ ഇതുപോലെ വ്യത്യസ്തങ്ങളായ ജോബ് നോട്ടിഫിക്കേഷൻ ഡെയിലി ലഭിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഒന്ന് അറിയിക്കുക. താങ്ക്